ആനമതിൽ ആർക്കു വേണ്ടി, കരാറുകാരനോ അതോ ആനകൾക്കോ? ആറളം ഫാം പുനരധിവാസ മേഖലയിൽ ഏറ്റവും അധികം കൊട്ടിഘോഷിച്ചതും പേരുകേട്ടതുമായ ഒരു സംവിധാനമാണ് ആനമതിൽ നിർമ്മാണം. നിരവധി ആളുകളുടെ ജീവൻ ബലിയാടായപ്പോഴാണ് മനുഷ്യാവകാശ സംഘടനകളും മറ്റ് ആദിവാസി സാമൂഹിക സംഘടനകളും രംഗത്തിറങ്ങി വരികയും തുടർന്ന് ഉറങ്ങിക്കിടന്ന ഫയലുകൾക്ക് ജീവൻ വെപ്പിക്കാൻ ആവശ്യമായ സമരങ്ങളിലേക്ക് തിരിഞ്ഞതും. ഏകദേശം 2 വർഷക്കാലമായി ടെൻഡർ വിളിച്ച് പണി കരാർ നൽകുകയും അതിനെ തുടർന്ന് ഒരു കമ്പനിക്ക് ഒരു കരാർ നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ തുടർന്ന് ഇങ്ങോട്ട് കരാറുകാരന്റെ അനാസ്ഥയും വനം വകുപ്പിന്റെ ഉത്തരവാദിത്തക്കുറവ് മൂലം പണി ഇഴഞ്ഞു നീങ്ങുന്ന സാഹചര്യം നമുക്ക് കാണാൻ സാധിച്ചു. അതിനെ തുടർന്ന് നിരവധി പരാതികൾ ഉണ്ടാവുകയും തുടർച്ചയായി വന്യമൃഗങ്ങൾ പുനരധിവാസ മേഖലയിൽ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ വീണ്ടും ആദിവാസി സമൂഹവും ഹ്യൂമൻ റൈറ്റ്സ് മിഷൻ എന്ന് പറയുന്ന സംഘടനയും വിവിധ ആദിവാസി സംഘടനകളും കൂടാതെ വിവിധ രാഷ്ട്രീയ സംഘടനകളും ഒത്തുചേർന്ന് മന്ത്രിമാരും കളക്ടറും എംപിമാരും തുടങ്ങിയവരെ എല്ലാം സ്ഥലത്തെത്തിച്ച് പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നിർദ്ദേശങ്ങൾ കൊടുക്കുവാൻ ഏർപ്പാട് ചെയ്തു. എന്നാൽ നമ്മുടെ കരാർ ഏറ്റെടുത്ത കമ്പനി ഇത്തരം നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് സ്വന്തം സൗകര്യങ്ങൾക്കനുസരിച്ച് നാമമാത്രമായ ജീവനക്കാരെ വെച്ചുകൊണ്ട് പണി ഇഴഞ്ഞു നീങ്ങുന്ന രീതിയിലാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മലബാർ മീഡിയ ന്യൂസ് ഇപ്പോൾ പുറത്തുവിടുന്നത് ആനമതിലിന്റെ പ്രധാന ഒരു ഭാഗത്ത് ഏകദേശം 2 മീറ്ററോളം ഗ്യാപ്പ് ഇട്ടത് ആനയ്ക്ക് കയറാൻ വേണ്ടിയാണോ അതോ കയറിയ ആനകൾക്ക് ഇറങ്ങിപ്പോകുന്നതിന് വഴിയൊരുക്കി കൊടുക്കുന്നതാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആദിവാസി സമൂഹത്തെ സംരക്ഷിക്കാനോ അതോ വനപാലകർക്ക് തുടർച്ചയായി ആനകൾ കൂട്ടത്തോടെ വരുന്നത് പൊന്മുട്ടയിടുന്ന താറാവായതിനാൽ കരാറുകാരനുമായി ഒത്തുചേർന്നുള്ള പണികൾ വെച്ച് താമസിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് മാത്രം നമുക്ക് മനസ്സിലാകുന്നില്ല. ഇതിന് ഉത്തരം പറയേണ്ടത് ജനങ്ങളാണോ, ജനപ്രതിനിധികളാണോ, ഉദ്യോഗസ്ഥരാണോ, വകുപ്പ് മന്ത്രിയോ ജില്ലാ കളക്ടറോ ആണോ, അതോ കോടികളുടെ കരാർ ഏറ്റെടുത്ത കരാർ കമ്പനിയുടെ ഉടമസ്ഥനാണോ? മലബാർ മീഡിയ ന്യൂസ് ഇത് പുറത്തുവിടുന്നത് പാവപ്പെട്ട ആദിവാസി സമൂഹത്തെ വന്യമൃഗത്തിന് ഇരയാക്കി കൊടുക്കുന്നവർ ശ്രദ്ധിക്കുക. ഈ വഴിയൊരുക്കിയവർ ഇതിലും വലിയ ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കാൻ നിങ്ങൾ തയ്യാറാകേണ്ടി വരും. അങ്ങനെ വരുന്നത് നമുക്ക് വിദൂരതയിലല്ലാതെ കാണാൻ സാധിക്കും. മന്ത്രിമാരുടെയും കളക്ടർ തുടങ്ങിയ ഉദ്യോഗസ്ഥന്മാരുടെയും നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ആനമതിൽ നിർമ്മിക്കുന്ന കരാറുകാരനോട് ഒരു വാക്ക്: നാളെ ഇതുമൂലം ഉണ്ടാകുന്ന എല്ലാ ദുരന്തത്തിനും താങ്കൾ മാത്രമായിരിക്കും ഉത്തരവാദിത്വം. ഓർക്കുക, വനത്തിലെ ജീവനുകൾ വനത്തിന് മാത്രം. മലബാർ മീഡിയ ന്യൂസിന് വേണ്ടി ധന്യ മോൾ, കൊച്ചിയിൽ നിന്നും. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. മലബാർ മീഡിയ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ആറളം ഫാമിൻ്റെ വനാതിർത്തിയോട് ചേർന്നുള്ള, അതായത് ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കുന്നതിനായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ആനമതിലാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ ഇത്രയും വലിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഈ മതിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിലേക്കൂടെ ഒരു ആനയ്ക്ക് നിഷ്പ്രയാസം ഇതിലെ പുറത്തേക്ക് ഇറങ്ങി വരാനുള്ള എല്ലാവിധ സാധ്യതകളുണ്ട്. ആനകൾ മാത്രമല്ല, മറ്റ് ഏത് ജീവികൾക്കും, വന്യമൃഗ ജീവികൾക്കെല്ലാം പുറത്തേക്ക് വരുന്നതിനായിട്ട് ഇവിടെ കൃത്യമായിട്ട് ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇവർ ഈ പ്രവൃത്തി ഇവിടെ ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് അനാസ്ഥത എന്ന് തന്നെ പറയാം. അശാസ്ത്രീയമായി പണി കഴിച്ചിരിക്കുന്ന ഒരു ആനമതിലാണ് ശരിക്കും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസവും കൂടെ ഇവിടെ ഉണ്ടായിരുന്ന പണിക്ക് വന്ന കുറച്ച് സ്ത്രീകൾ ആനയെ ഇവിടെ കണ്ടു എന്ന് അവർ പറയുന്നു. അപ്പോൾ പ്രദേശവാസികൾ കൂടിയായ നമ്മളോടൊപ്പം, ചേട്ടൻ്റെ പേരെന്തായിരുന്നു? രാജൻ ഇപ്പം നമ്മളോടൊപ്പം ഈ സംഭവ സ്ഥലത്ത് നിന്ന് ചേരുന്നുണ്ട്. എന്തായിരുന്നു ചേട്ടാ പറയാനുണ്ടായിരുന്നത്? ഇന്നലെ കൂടെ ഇവിടെ ആന വന്നതാണ് പറയുന്നത്. ഇവിടെ അപ്പുറത്ത് തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ചേച്ചി പിന്നെ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആന ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോകുന്നത്. ഇത്തരം കാര്യങ്ങൾ തന്നെ എനിക്കറിയത്തുള്ളൂ. ഞാൻ കുറച്ച് അപ്പുറേ താമസിക്കുന്നത്, കുറച്ചപ്പുറം. അതെ. അല്ല, ഇതെന്താണ് ഇവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് വരാനുള്ള കാരണം? ഇത് വെള്ളം പോകാൻ വേണ്ടിയിട്ടാണ് അവർ ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഗ്യാപ്പ് വേണമെന്ന് എനിക്കറിയത്തില്ല. സാധാരണ ഒരു വെള്ളം പോകുന്ന ഗ്യാപ്പ് വരെ ഇതിപ്പോൾ ഒരു ആനയ്ക്ക് പോകാനുള്ള ഗ്യാപ്പാണ് ഇട്ടിരിക്കുന്നത്. ഇതൊക്കെ നിർത്തിയിട്ടാണ് പിന്നെ പോക്ക് സാധാരണ ആന. വലിയ ഇവിടെ ഒന്നും ആക്കിയിട്ടില്ല. എന്നും ആന ഇവിടെയാണ് വരുന്നത്. അപ്പോൾ അറിയാം, ഒരു രക്ഷയില്ല. അറിയാം, ഞങ്ങൾ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. ഞാനും വാർക്കപ്പുറത്ത് എന്ന് കിടന്നു. ഇന്നലെ മഴ പെയ്തു. ഇന്നലെ പോലും വാർക്കപ്പുറത്ത് കയറി. അറിയാം, പേടിച്ച് എന്നെ അങ്ങനെ പേടിക്കാതിരിക്കാൻ പറ്റുമോ? എൻ്റെ തൊഴുത്തിൽ പശുവുണ്ട്, എല്ലാ കാര്യമുണ്ടല്ലേ. എത്ര തെങ്ങും തൈ എൻ്റെ പോയി 10-30 തെങ്ങും തൈ പോയി. ഒരു രൂപ പോലും ഒരു അപേക്ഷ കൊടുത്ത് നമുക്ക് കിട്ടിയിട്ടില്ല. ഇപ്പം ഈ ആനമതിൽ അങ്ങ് വരെ പ്രവൃത്തി പൂർത്തീകരിച്ചു. അങ്ങ് വരെ ഫുള്ളും പൂർത്തീകരിച്ചു. ഇവിടെ മാത്രം ആക്കിയിട്ട് ഇവിടെ മാത്രം ഒന്നും ചെയ്തില്ല അവര്. അപ്പം ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്ത് ഒന്നും ചെയ്തിട്ടില്ല. ആൾക്കാർ താമസം ഇല്ലാത്ത സ്ഥലത്ത്
പണി പൂർത്തീകരിച്ചു. പൂർത്തീകരിച്ച് അങ്ങ് ഫുള്ള് അങ്ങ് അത് രാത്രി അത് ഒരു ആംബുലൻസ് പോലും വിളിച്ച രോഗികളെ വണ്ടി കൊണ്ടുവരാൻ വിളിച്ചാൽ ആംബുലൻസ് പോലും ഇങ്ങോട്ട് ഫാമിന്റെ അകത്തേക്ക് കയറി വരിക എന്നുള്ളത് സത്യം. 8 മണി കഴിഞ്ഞാൽ ഇവിടെ ഒരു വാഹനം പോലും കയറി വരികയില്ല. പോലീസുകാരെ വിളിച്ചാൽ പോലും അവര് പോലും വരികയില്ലാത്തൊരു സാഹചര്യമാണ്. കാരണം അവര് ജീവനുള്ളതല്ലേ. അങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ ഇവിടെ ഉണ്ട് ഈ ഫാമിന്റെ അകത്ത്. അയ്യോ എന്റെ പൊന്നെ. എന്റെ അറിവിൽ തന്നെ 2-3 ആൾക്കാർ ഇവിടെ മരിച്ചിട്ടുണ്ട്. ഈ പിന്നെ വണ്ടി വാഹനം കിട്ടാത്ത പിന്നെ ചങ്ങല് വേദന എടുത്തിട്ട് അറ്റാക്കായിട്ട് അവരെ കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം ഇവിടെ വന്നു. വണ്ടിക്കാര് വരികയല്ല വിളിച്ചാല്. അങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിതി.